പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ മരണം നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാൻ്റെ മരണമായിരുന്നു. 1 പത്രോസ് 2:24 നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. ദൈവപുത്രനായ യേശു പാപമില്ലാത്ത നീതിമാനായിരുന്നു. എങ്കിലും പാപികളും നീതിരഹിതരുമായ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചു. അത് എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. യേശുവിൻ്റെ മരണം, അതായത് യേശു പീഡകൾ സഹിച്ച് മരിച്ചത് നാം പാപത്തിൽ മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നിരന്തരം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് യേശുവിന് വേണ്ടി ജീവിക്കുന്നവരായി നാം മാറണം. നാം യേശുവിൻ്റെ ഹിതം നിറവേറ്റി ജീവിക്കുന്നവരായി നാം മാറണം. യേശുവാണ് നമുക്ക് വേണ്ടി മരിച്ചത്. അങ്ങനെ നാം യേശുവിന് വേണ്ടി ജീവിക്കേണ്ടവരാണ് എന്ന് തിരുവചനം നമ്മോട് പറയുന്നു. റോമ 14:8 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിന് വേണ്ടിയുള്ളവരാണ്. അപ്പോസ്തല പ്രവർത്തനം 4:12 ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നാമമാണ് യേശുനാമം. നമ്മുടെ അനുദിന ജീവിതത്തിൽ യേശുവിന് വേണ്ടി ജീവിക്കുന്നവരാണോ നാം എന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പാപം ചെയ്യുവാൻ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും അവയെ ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാണോ? നമ്മുടെ ഹൃദയത്തിൽ വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും അതുപോലെ പ്രതികാര ചിന്തകളും സ്വാർത്ഥമോഹങ്ങളും ജഡികമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നാം യേശുവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറുന്നത് എങ്ങനെയാണ്? അപ്പോൾ നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയായി മാറുകയാണ്. നാം യേശുവിന് വേണ്ടി ജീവിക്കണം. കാരണം യേശുവാണ് നമുക്ക് വേണ്ടി മരിച്ചത്. മറ്റൊരാളും നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടില്ല. നമ്മെ വേദനിപ്പിച്ചവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ദൈവസ്നേഹം എങ്ങനെ നമ്മിൽ കുടികൊള്ളും? നാം ദൈവത്തിൽ വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മിൽ വസിക്കണം. നാം വചനം അനുസരിച്ച് ജീവിക്കുന്നവരായി മാറണം. അതിനാൽ നാം പാപത്തിൽ മരിച്ച് ദൈവിക നീതിക്കായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.